ഞങ്ങൾ ഒരേ കളരിയിൽ ഒരുമിച്ച് കളി തുടങ്ങിയവരാ. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് കളം മാറി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. മൂസാഭായി പഴയ പണിയിൽ. അതുകൊണ്ട് ഞാൻ അല്പം മെച്ചപ്പെട്ടു. ഇല്ലെങ്കിൽ മൂസാഭായിയെ പോലെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയി പോയേനെ. കർത്താവിന്റെ ഓരോ കളിയേ. നിനക്ക് ചെറുപ്പമാണ്, ബുദ്ധിയും ധൈര്യവും ആരോഗ്യവും ധാരാളമുണ്ട്. നീ ഒന്നും മനസ്സ് വച്ചാൽ എന്നെക്കാൾ ഉയർത്തി നിനക്കെത്താം. മൂസാഭായിയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭായിക്ക് സമ്മതമാണ്. മനസ്സിലായില്ല. കാര്യം അങ്ങ് തുറന്നു പറയാം. ഗോകുലം വീടിന്റെ കാര്യത്തിൽ ഇനി നീ ഇടങ്കോലിടരുത്. പകരം ലാഭത്തിന്റെ ഒരു വിഹിതം നിനക്കും തരാം. തന്നേക്കാൾ കരുത്തിനാണ് എതിരാളി എന്ന് കാണുമ്പോ കോംപ്രമൈസിന് ഒരുങ്ങുന്ന സാധാ കൊട്ടേഷൻ ടീമുള്ള ലിസ്റ്റിൽ എന്നെ പെടുത്തരുത്. ആദ്യം ഗോകുലം വീടിന്റെ ഡീലിങ്സ് മാറ്, എന്നിട്ടാവും നമുക്ക് ബാക്കി കാര്യം സംസാരം. എന്റെ മൂസാഭായി, നിങ്ങളുടെ മകളുടെ നിക്കാഹിനും ഇനിയുള്ള കാലം സൂചി ജീവിക്കാനുള്ള ചിക്കിലിയാ ഞാൻ തരാമെന്ന് പറഞ്ഞത്.